ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നോമ്പുകാല ധ്യാന ആരാധനയിലേക്ക് അല്പസമയം വചനവുമായി നിൽക്കുവാൻ അവസരം തന്ന സഭാ ശുശ്രൂഷകനും ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദി ഞാൻ ആദ്യമായി അറിയിക്കട്ടെ. ഈ നോമ്പുകാല ധ്യാന ആരാധനയിലേക്കായി അല്പസമയം ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിശുദ്ധ തിരുവചന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മത്തായി 6:14-15 വാക്യങ്ങൾ. നിങ്ങൾ മനുഷ്യർക്ക് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളെ പിഴകളെ ക്ഷമിക്കുകയില്ല. ഈ ഭാഗത്ത് നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ക്ഷമയെക്കുറിച്ചാണ്. നാം ഓരോരുത്തരുടെയും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിലും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നാം എത്രമാത്രം മനസ്സ് കാണിക്കുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരാളെ തകർക്കുവാനുള്ള ഏറ്റവും കഠിനവും വേദനാജനകവുമായ വഴി എന്നത് തെറ്റ് ചെയ്ത ആളിന് ക്ഷമ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഏത് തെറ്റിനെയും ഏത് പാപത്തെയും ക്ഷമിക്കുവാൻ സ്നേഹം എന്ന ശക്തിക്ക് കഴിയുകയുള്ളൂ. ക്ഷമയും സ്നേഹവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-ാം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു എന്നതാണ്. തിന്മയെ നന്മയാക്കി മാറ്റുവാനും സ്നേഹത്തിന് കഴിയും എന്നതാണ്. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ഞാനെന്ന ഭാവവും അകന്തയും എല്ലാം നഷ്ടപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യശക്തി നമ്മിൽ രൂപാന്തരീകരണം പ്രാപിച്ച് നന്മയിലേക്ക് നയിക്കുകയും ചെയ്യും. മനുഷ്യരായ നമുക്ക് തെറ്റ് പറ്റുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ തെറ്റുകളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ നാം ക്ഷമിച്ച് അവരോട് നിരക്കണമെന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം നമ്മോട് തീക്ഷ്ണമായി പറയുന്ന ഒരു കാര്യം ക്ഷമിക്കുക എന്ന് തന്നെയാണ്. ക്ഷമിക്കുന്നതിന് പ്രധാനമായും 3 തട്ടുകളുണ്ട്. നാം ദൈവത്തോട് ക്ഷമിക്കണം, നാം നമ്മോട് തന്നെ ക്ഷമിക്കണം, നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. നാം ദൈവത്തോടുള്ള പ്രാർത്ഥനയും ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാൻ എന്നതാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ൽ യേശു ഇപ്രകാരം പറയുന്നു: നാം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും വല്ല വിദ്വേഷം ഉണ്ടെങ്കിൽ അവരോടൊക്കെയും ക്ഷമിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാൻ എന്നത്. ക്ഷമയുടെ ഉത്തമ മാതൃകയാണ് കർത്താവായ യേശുക്രിസ്തു. തൻ്റെ ക്രൂശ് മരണവേളയിലും അവസാന സമയത്തും തന്നെ ഹീനമായി ഉപദ്രവിച്ച പടയാളികളോട് പോലും കർത്താവായ യേശുക്രിസ്തു ക്ഷമിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പിതാവേ, ഇവർ ചെയ്യുന്നത് അറിയാതെ ഇവരോട് ക്ഷമിക്കണമേ എന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ക്ഷമയെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ സാന്നിധ്യം പ്രകടമാകുന്നു എന്നുള്ളതാണ്. ക്ഷമയെ ഒരു സംസ്കാരമായി നാം വാർത്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരിടത്ത് 2 ചങ്ങാതിമാരുണ്ടായിരുന്നു. ആ 2 ചങ്ങാതിമാർ അവരുടെ പരസ്പരം വളരെയേറെ കൂട്ടുകാരായിരുന്നു. എന്നാൽ അവരുടെ ജോലി എന്ന് പറയുന്നത് വേട്ടയാണ്. ഒരു ദിവസം അവർ അകലെയുള്ള ഒരു വനത്തിൽ 2 പേരും ചേർന്ന് വേട്ടയ്ക്ക് പോയി. അവിടെ വെച്ച് ഒരുത്തന് നേരെ തോക്ക് ചൂണ്ടി. അപ്രതീക്ഷിതമായി അവൻ കുറ്റിക്കാട്ടിലേക്ക് ഓടിമറഞ്ഞു. എന്നാൽ വേട്ടയെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്ന തൻ്റെ ഭാര്യ അവൻ്റെ തിരിച്ചുവരവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എവിടെയോ അപകടം പിടിച്ച തോന്നൽ അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ അതിനർത്ഥം അവൾക്ക് വേണ്ടിയാണോ ഈ ഹീനത കൂട്ടുകാരൻ എന്നോട് കാണിച്ചത് എന്ന തോന്നൽ അയാൾക്കുണ്ടായി. എന്നാൽ ഭാര്യയോട് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചെയ്തില്ല. ഒരു വീടിന് താഴെ പരസ്പരം മിണ്ടാതെ അവർ വാർദ്ധക്യം വരെ രാപ്പാർത്തു. ഒരു നാൾ ആ സ്ത്രീ മരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ആ സ്ത്രീക്ക് നിരന്തരമായി ഡയറി എഴുതുന്ന സ്വഭാവമുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ മരണത്തിന് ശേഷം ആ കൂട്ടുകാരൻ അലഞ്ഞു തിരിഞ്ഞ് ആ പുരുഷൻ്റെ അടുത്ത് വരികയും ചെയ്തു. ആ പുരുഷൻ ഇപ്രകാരം പറഞ്ഞു: അവൾ എന്നും ഡയറി എഴുതുന്ന സ്വഭാവമുണ്ട്. അവൾ ഡയറി എഴുതുന്നത് നിങ്ങൾക്ക് വായിക്കുവാൻ വേണ്ടിയാണ് അവൾ ഡയറി എഴുതുന്നതെന്നും. ആ പുരുഷൻ ക്രോധത്തോടുകൂടെ അകത്തോട്ട് കടന്നു ചെന്ന് അവളുടെ ഡയറി കുറിപ്പുകളെല്ലാം തന്നെ വാരി കത്തിക്കുവാനിടയായി. ആ സ്ത്രീ മരിച്ചതിന് ശേഷം പോലും അദ്ദേഹത്തിന് അവളോടുള്ള വെറുപ്പ് അടങ്ങാതെയിരുന്നു.
ഒരാൾ മരിച്ചു കഴിഞ്ഞാലും നാം അവർക്കുള്ള ആ വെറുപ്പ്, അവരോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചിരിക്കുവാനായിട്ട് പാടില്ല. ക്ഷമിക്കുവാനും പൊറുക്കുവാനും തയ്യാറാവുക എന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതൊരു നല്ലൊരു അനുസരണാശീലവുമാണ്. ക്ഷമയുമായി പ്രധാനമായും 3 ചിന്തകളാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ദൈവത്തിൻ്റെ ക്ഷമ മാതൃകയാക്കണം. എന്താണ് ദൈവത്തിൻ്റെ ക്ഷമ എന്നത്? നമ്മുടെ പാപങ്ങൾ നിമിത്തം നാം ശിക്ഷിക്കപ്പെടേണ്ടവരായിരുന്നു. എന്നാൽ കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് നമുക്ക് സൗജന്യമായി പാപമോചനം നൽകി. ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത് നമുക്ക് ലഭിച്ച ആ വലിയ കരുണയുടെ പ്രതിഫലമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 10,000 താലന്ത് കടമുണ്ടായിരുന്ന ദാസനോട് യജമാനൻ ക്ഷമിച്ചതുപോലെ ദൈവം നമ്മോട് ക്ഷമിച്ചുകൊണ്ട് നാം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ്. പുതിയ നിയമ കാലഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ സഭകൾക്ക് എഴുതിയ ലേഖനത്തിലും കൊടുക്കുന്നത് നന്മയുടെ താലന്തുകളാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിനെന്ന്. അപ്രകാരം നമുക്ക് ക്ഷമയുടെ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ കഴിയും. രണ്ടാമതായി നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്ഷമ ഒരു തിരഞ്ഞെടുപ്പാണ്. ക്ഷമ ഒരു തിരഞ്ഞെടുപ്പാണ്. നമുക്ക് ഇന്ന് തിരഞ്ഞെടുക്കാൻ ഏറെ മടിക്കുന്നതും ക്ഷമയാണ്. നാം മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുന്നത് ഒരു വലിയ ഭാരം ചുമന്ന് നടക്കുന്നത് പോലെയാണ്. അത് നമ്മുടെ ആത്മീയ വളർച്ചയെയും പ്രാർത്ഥനാ ജീവിതത്തെയും തടസ്സപ്പെടുത്തുന്നു. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നാം നമ്മെ തന്നെയാണ് തടവറയിൽ നിന്ന് മോചിപ്പിക്കുന്നത്. സമാധാനത്തിനും സന്തോഷത്തിനും ക്ഷമ എന്ന ഘടകം അനിവാര്യമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിക്കുവിൻ. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിക്കുവിൻ. കൂട്ടുകാരനോട് ക്ഷമിക്കുവാൻ കഴിയണം. മാതാപിതാക്കളോട് ക്ഷമിക്കുവാൻ കഴിയണം. നമ്മുടെ പങ്കാളികളോട് നമ്മൾ ക്ഷമിക്കുവാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതങ്ങൾ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. ബൈബിളിൽ 33 തവണ ക്ഷമ എന്ന വാക്ക് പറയുന്നുണ്ട്. ക്ഷമയിലൂടെ പ്രധാനമായും 3 കാര്യങ്ങൾ നമുക്ക് നേടുവാനായി കഴിയുന്നു: സ്വയം നിയന്ത്രണം, വിനയം, ഔദാര്യം എന്നിവയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു: മുടിയനായ പുത്രൻ്റെ കഥ. സകലതും നശിപ്പിച്ച് ദൂരദേശത്തേക്ക് പോയി എല്ലാം കഴിഞ്ഞു എന്ന് കരുതി അവിടെ നിന്നും വിശപ്പ് സഹിക്കാനാവാതെ തിരിച്ച് സ്വന്തം അപ്പൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഒരു മകൻ്റെ കഥ നമുക്ക് കാണുവാനായി കഴിയുന്നു. അപ്പോൾ തന്നെ ആ അപ്പൻ മകൻ ദൂരത്തുനിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാം ക്ഷമിച്ച് എല്ലാ വെറുപ്പുകളും മനസ്സിൽ നിന്ന് കളഞ്ഞ് ആ മകനെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ആ അപ്പൻ്റെ ക്ഷമ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പിന്നത്തേതിൽ ആ അപ്പൻ അവിടെ ക്ഷമിച്ചത് കൊണ്ട് ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനമായി പിന്നത്തേതിൽ മാറിത്തീർന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അതുപോലെ ക്ഷമയുടെ പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി നോക്കുമ്പോൾ ക്ഷമിക്കുന്നതിലൂടെ ലഭിക്കുന്ന വിടുതൽ. എന്താണ് വിടുതൽ എന്നത്? ക്ഷമ എന്നത് ഒരു വികാരമല്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൻ്റെ ഭാഗമായി നാം എടുക്കുന്ന ഒരു തീരുമാനമാണ്. ക്ഷമിക്കുന്നതിലൂടെ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിടുതൽ ലഭിക്കുന്നു. പത്രോസ് യേശുവിനോട് ചോദിച്ചു, എത്ര വട്ടം ക്ഷമിക്കണമെന്നും. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു മറുപടിയുണ്ട്, 70 വട്ടം ക്ഷമിക്കണമെന്ന്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൽ നമുക്ക് ക്ഷമ സ്വീകരിക്കാനായി കഴിയും. 1 യോഹന്നാൻ 1-ാം അധ്യായം 9 ഇപ്രകാരം പറയുന്നു: നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും നീക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്നുള്ളതാണ്. ക്രൂശിതനായ ക്രിസ്തു ക്ഷമിച്ചതുപോലെ നമുക്കും ആത്മാവിൻ്റെ ഫലങ്ങളെ പ്രാപിച്ച് സമാധാനപൂർണമായ ക്രിസ്തീയ ജീവിതങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. അതിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ. ആമേൻ.